സ്ട്രെസ് മാനേജ്മെന്റ് എന്താണെന്ന് അടുത്തത് വെച്ചാൽ കൊച്ചു കുട്ടികൾ മുതൽ ഇപ്പൊ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് സ്ട്രെസ്സാണ് എന്താ ചെയ്യേണ്ടതെന്ന് അറിയുന്നില്ല. ഇപ്പൊ നമുക്കൊരു ബസ് പിടിക്കാൻ പോകണമെന്ന് വിചാരിക്കും, നമ്മൾ ഓടിപ്പോവോ ഇല്ലയോ? ആ സമയത്ത് നമുക്ക് സ്ട്രെസ് ഉണ്ടാവില്ലേ? അത് മാനേജ് ചെയ്ത് കളയണോ അല്ല സ്ട്രെസ് എടുക്കണോ? അപ്പൊ സ്ട്രെസ് എടുക്കുന്നതാണ് നല്ലത്. പലപ്പോഴും തെറ്റായിട്ട് ഉപയോഗിക്കുന്ന വാക്കാണ് സ്ട്രെസ് എന്നുള്ളത്. സ്ട്രെസ് അല്ല മാനേജ് ചെയ്യേണ്ടത്, ഡിസ്ട്രെസ് ആണ്. ഡിസ്ട്രെസ് എന്ന് പറയുന്ന ടെൻഷനാണ്. അത് എപ്പോഴും ഡൗൺ പ്രൊഡക്റ്റീവ് ആണ്. പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള സാധനമാണ് സ്ട്രെസ്. ഇപ്പൊ പരീക്ഷയ്ക്ക് പഠിക്കുക എന്നുള്ളത് സ്ട്രെസ് അല്ല. ആ ആവലാതി വേവലാതി കൊണ്ട് പഠിക്കാൻ പറ്റാത്തതിനെയാണ് ഡിസ്ട്രെസ് എന്ന് പറയുക. ആ അവസ്ഥയിലേക്ക് പോകാണ്ടിരിക്കണം. അപ്പോൾ എന്ത് ചെയ്യണം? എനിക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്യാനുള്ള അറിവുണ്ടാവണം. സ്കിൽ ഡെവലപ്മെന്റ് ആണ് സ്ട്രെസ്. ഇപ്പം നീന്തുന്ന സമയത്ത് എനിക്ക് സ്ട്രെസ് എപ്പോഴാണ് ഉണ്ടാവുക? അറിയാത്തപ്പോഴാണ്. അപ്പോൾ സ്കിൽ ഡെവലപ്മെന്റ്. രണ്ടാമത് എന്ത് വേണം? എനിക്ക് നീന്തറിയില്ലെങ്കിലും എൻ്റെ തൊട്ടടുത്തിരിക്കുന്ന പപ്പാട്ടനുണ്ട്, ഞാൻ എവിടെ മുങ്ങിയാലും എന്നെ പൊക്കിയെടുക്കാൻ ധൈര്യമുള്ള ഒരാളെന്നത് ഒരു ബോധം ഉണ്ടായാൽ. അപ്പോൾ യു ഹാവ് ടു ഹാവ് എ മെൻറ്റർ, എ മാസ്റ്റർ ഹൂ ഈസ് അറ്റ് യുവർ കോൾ. എപ്പോൾ വേണമെങ്കിലും ഇയാളുണ്ടെന്നൊരു ധൈര്യം ഉണ്ടാവും. എനിക്ക് സ്ട്രെസ് ഉണ്ടാവില്ല. അപ്പം ഞാൻ വണ്ടി ഓടിക്കണം, ഞാൻ ലൈസൻസ് എടുക്കാൻ മറന്നു, മുമ്പിൽ പോലീസിനെ കണ്ട സ്ട്രെസ് വരും. അതേ സമയത്ത് എൻ്റെ അടുത്തിരിക്കുന്നത് MLA ആണെങ്കിലോ എനിക്ക് പേടിക്കേണ്ട കാര്യമില്ല. അപ്പോൾ എനിക്ക് എൻ്റെ കോണ്ടാക്ട്, എൻ്റെ സോഷ്യൽ പോയിന്റ്സ്, അത്തരം ഒരു കോണ്ടാക്റ്റാണ് നമ്മൾ ഭഗവാൻ എന്ന് പറയുന്നതും മാസ്റ്റർ എന്ന് പറയുന്നതും. എൻ്റെ കൂടെ ആരോ ഉണ്ടെന്നുള്ളൊരു ധൈര്യം അത് ഉണ്ടാവുമ്പോൾ സ്ട്രെസ് ഉണ്ടാവില്ല. അതില്ലാത്തപ്പോഴാണ് സ്ട്രെസ് ഉണ്ടാവുക. അപ്പം മക്കൾക്ക് എന്തുകൊണ്ട് സ്ട്രെസ് എന്ന് ചോദിച്ചാൽ അമ്മ, അച്ഛൻ, മാസ്റ്റേഴ്സ് ആരും അവരെ സപ്പോർട്ട് ചെയ്യാത്തതുകൊണ്ടാണ്. നീ എന്ത് വന്നാലും പേടിക്കേണ്ട, ഞാൻ ഉണ്ടെന്ന് മക്കളോട് പറഞ്ഞാൽ പഠിക്കാൻ ഒരു സ്ട്രെസ്സും ഉണ്ടാവില്ല കുട്ടിക്ക്. നീ തോറ്റാലും കുഴപ്പമില്ല. അല്ലെങ്കിൽ ഒരു മാർക്ക് കുറഞ്ഞ അമ്മ വഴക്കു പറയോ? അത് കുഴപ്പമില്ല എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ആ ഒരു ധൈര്യം ഉണ്ടല്ലോ, ഇയാൾ എൻ്റെ കൂടെ ഉണ്ട് എന്നുള്ള ധൈര്യമാണ് എൻ്റെ ധൈര്യം. മനസ്സിലായോ? ഇപ്പൊ നിങ്ങൾ 6 പേര് വന്നു, ഇവർക്ക് ഭക്ഷണം ഉണ്ടാവും, എനിക്കൊരു സ്ട്രെസ് ഇല്ല, കാരണം എൻ്റെ ചേച്ചിയുണ്ട്. മനസ്സിലായോ? മക്കൾക്ക് അസുഖമുണ്ട്, അപ്പൊ ഇയാൾക്ക് തോന്നും ഉടനെ അമ്മയുണ്ടല്ലോ നോക്കാൻ, പ്രശ്നം തീർന്നു. അമ്മക്ക് ഡ്രൈവിംഗ് അറിയുന്നത് കൊണ്ടോ, അമ്മക്ക് ഡോക്ടറെ വിളിക്കാൻ പറ്റുന്നതുകൊണ്ടോ, അമ്മക്ക് ഇംഗ്ലീഷ് മരുന്ന് അറിയുന്നത് കൊണ്ടോ, അമ്മക്ക് ഇഞ്ചക്ഷൻ കൊടുക്കാൻ പറ്റുന്നതൊന്നും ഒന്നുമല്ല. ഒരു ധൈര്യം, അമ്മ എനിക്ക് ഉണ്ട് എന്നുള്ള ധൈര്യം. ആ ധൈര്യമാണ് നമ്മുടെ ഏറ്റവും വലിയ സ്ട്രെസ്സിന്, ഏത് പ്രശ്നത്തിനും പരിഹാരം എന്ന് പറയുന്നത്. ഐ ഹാവ് സമ്മൺ ഹൂ ക്യാൻ ടേക്ക് കെയർ ഓഫ് മീ. അതുണ്ടായിക്കഴിഞ്ഞാൽ എല്ലാ സ്ട്രെസ്സും മാറും.